മറ്റു വാർത്തകളിലേക്ക്. ഇന്നലെ അന്തരിച്ച മലയാള സിനിമയുടെ മാതൃത്വത്തിന്റെ ആൾരൂപം കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കും. കളമശ്ശേരി നഗരസഭാ ടൗൺ ഹാളിലെയും ആലുവയിലെ വീട്ടിലെയും പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, എത്ര മണിവരെയാണ് കളമശ്ശേരിയിലെ പൊതുദർശനം? ആരൊക്കെയാണ് അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുക? ആലുവയിലെ വീട്ടിലെ ക്രമീകരണങ്ങൾ കൂടി. ലിബീഷ്, രാവിലെ 9 മുതൽ 12 മണി വരെ കളമശ്ശേരി നഗരസഭാ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. കവിയൂർ പൊന്നമ്മയുടെ മലയാള സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിക്കാൻ കളമശ്ശേരി ടൗൺ ഹാളിലാണ് എത്തുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് അവിടെ സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 12 മണിക്ക് ശേഷം കവിയൂർ പൊന്നമ്മയുടെ ആലുവയിലെ വസതിയിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. കവിയൂർ പൊന്നമ്മയുടെ ഏക മകൾ അമേരിക്കയിലാണ്. അവർ നാട്ടിലെത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സഹോദരിയുടെ മക്കൾ അടക്കമുള്ളവരാണ് നിലവിൽ ഇവിടെ അടുത്ത ബന്ധുക്കളായി ഉള്ളത്. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരാണ് കഴിഞ്ഞ ദിവസം പൊതുദർശനം ലിസി ആശുപത്രിയിലെ പൊതുദർശന ചടങ്ങുകൾക്കടക്കം നേതൃത്വപരമായ പങ്കുവഹിച്ചത്. അത്തരത്തിൽ സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്നും പൊതുദർശനത്തിന്റെ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. സിനിമാ പ്രേമികളും ചലച്ചിത്ര പ്രവർത്തകരും സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഇന്ന് കളമശ്ശേരി ടൗൺ ഹാളിലും അതോടൊപ്പം തന്നെ ആലുവയിലെ വസതിയിലും മലയാള സിനിമയ്ക്ക് നഷ്ടമായ അമ്മവേഷങ്ങളിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തും എന്നതിൽ തർക്കമില്ല. ലിബീഷ്, ശരി നിതിൻ. കവിയൂർ പൊന്നമ്മയ്ക്ക് യാത്രാമൊഴിയേകാൻ നാട്. വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.